ദ ജേർണലിസ്റ്റിലേക്ക് പിന്നിൽ നിന്ന് കുത്തിയവർക്കടക്കം സകലർക്കുമുള്ള വ്യക്തമായ ശക്തമായ കൃത്യമായ മറുപടിയാണ് പാലക്കാട് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയത്. ആദ്യം ആ മറുപടി ഒന്ന് കണ്ടിട്ട് പിന്നെ സംഭവിച്ച കാര്യങ്ങളും ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും ചില നിർണായക വിവരങ്ങളും ഞാൻ പറയാം. ഇന്ന് പറയാനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കട്ടെ. സത്യം ജയിക്കുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട്. ഇതിനപ്പുറം ഒരു വാക്ക് എനിക്കിപ്പോൾ പറയാനില്ല. നോക്കുക, എത്ര വ്യക്തമായാണ്, കൃത്യമായാണ്, ശക്തമായാണ്, ഭംഗിയായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുന്നതെന്ന്. എല്ലാം അതിലുണ്ട്. കോടതിയിലുള്ള വിശ്വാസം, സത്യം ജയിക്കും എന്ന ആത്മവിശ്വാസം, ഒപ്പം താൻ രക്ഷപ്പെടും, അതിൻ്റെ സൂചനകൾ കണ്ടു കഴിഞ്ഞു എന്നുള്ള വ്യക്തമായ ബോധ്യം. രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞ 15 ദിവസം വേട്ടക്കാരൻ, പ്രഡേറ്റർ, സ്ത്രീ പീഡകൻ, അതുപോലെ തന്നെ ലൈംഗികപരമായ രോഗമുള്ളവൻ എന്ന നിലയിലൊക്കെ അധിക്ഷേപിച്ച് അത്തരം ചർച്ചകൾക്കൊക്കെ അഗ്നി പകർന്ന മാധ്യമങ്ങൾ ഒടുവിൽ വളഞ്ഞ് കുമ്പിട്ട് അയാളെ ഒന്ന് ചായ കുടിക്കാൻ പോലും സമ്മതിക്കാതെ തൊഴുതു നിന്ന് ചോദിക്കുകയാണ്, എന്തെങ്കിലും പറയൂ, എന്തെങ്കിലും പറയൂ എന്ന്. ഇതാണ് മാധ്യമങ്ങളുടെ നമ്മുടെ നാട്ടിലെ ശൈലി. ഇവരെ ഒരു വശത്ത് വലിയ തോതിൽ ഇവരെ ഈ രാഹുലിനെ ഒന്നും വളരാൻ അനുവദിക്കുന്നത്, രാഹുലിനെയൊക്കെ അടിച്ചിരുത്തണമെന്ന മട്ടിൽ വലിയ ആക്ടിവിസം കളിക്കും. എന്നിട്ട് തൊട്ടപ്പുറത്ത് പിന്നാമ്പുറത്തോടി പോയിട്ട് എന്തെങ്കിലും ഒന്ന് പറയൂ സാർ എന്ന് പറയും. ഇതൊക്കെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ എന്തായാലും റിപ്പോർട്ടർ ചാനലിൻ്റെ മൈക്ക് ഇതിൽ കാണുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ വീഡിയോകൾ നോക്കി, ഏഷ്യാനെറ്റിലെ വീഡിയോ നോക്കി, മാതൃഭൂമിയിൽ നോക്കി, 24 നോക്കി, മീഡിയ വണ്ണിൽ നോക്കി. എല്ലാ വീഡിയോയിലും നോക്കുമ്പോൾ റിപ്പോർട്ടറിൻ്റെ മൈക്ക് കാണുന്നില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത് ഒരു 1.5 വരവാണ്. ഹൈക്കോടതിയിൽ നിന്ന് നോട്ട് അറസ്റ്റ് നിലനിൽക്കുന്നു. തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചു എന്ന് മാത്രമല്ല, രണ്ടാമത്തെ കേസ് കെട്ടിച്ചമച്ചതാണ്, അതൊരു ബലാത്സംഗമാണോ എന്ന ചോദ്യങ്ങളൊക്കെ ശരിവെക്കുന്ന വിധത്തിലാണ് പല നിരീക്ഷണങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ വലിയ മൈലേജാണ്. തന്നെ രാഷ്ട്രീയപരമായി കൊടുക്കാൻ ശ്രമിക്കുകയാണ് എന്ന വാദത്തിന് ശക്തി പകരുന്ന വിധത്തിലുള്ള പല വിവരങ്ങളുമാണ്, അല്ലെങ്കിൽ പല ഇടപെടലുകളുമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം കിട്ടുമെന്ന വലിയ പ്രതീക്ഷ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. അതുകൊണ്ടാണ് തൻ്റെ മണ്ഡലത്തിൽ സജീവമാകാൻ തന്നെ രാഹുൽ തീരുമാനിക്കുന്നത്. നോക്കുക, രാഹുൽ കുന്നത്തൂർ മേട്ടിലെ തൻ്റെ 2ാം വാർഡിലെ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്നു. അവിടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാധ്യമങ്ങൾ വളയുന്നു. അവർക്കൊക്കെ അറിയേണ്ടത് ഒറ്റ കാര്യമായിരുന്നു, എവിടെയായിരുന്നു ഇത്രയും നാൾ, എവിടെയായിരുന്നു ഇത്രയും നാൾ എന്നുള്ളതായിരുന്നു ഇവർ ചോദിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് രാഹുലൊന്നും പറഞ്ഞില്ല, അതിനെ കാര്യമായി പരിഗണിച്ചില്ല. അതിനുശേഷം വോട്ട് ചെയ്യാൻ പോയി. അത് സ്വാഭാവികമായൊരു നടപടിയാണ്. അത് ചെയ്ത് അദ്ദേഹം തിരിച്ചിറങ്ങിയപ്പോഴും മാധ്യമങ്ങൾ ഇതേ ചോദ്യം ചോദിച്ചു. അപ്പോൾ രാഹുൽ ചില കാര്യങ്ങൾ പറഞ്ഞു. അത് കോടതിയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് കോടതിയിൽ കേസ് നിൽക്കുകയാണ്, സത്യം ജയിക്കുമെന്നതിനപ്പുറം മറ്റൊന്നും ഞാൻ പറയില്ല എന്ന് പറയുന്നു. അങ്ങനെ രാഹുൽ നേരെ വണ്ടിയിൽ കയറി ഒരിടത്ത് ചായ കുടിക്കാൻ പോകുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിന് എക്സ്ക്ലൂസീവായിട്ട് പ്രിയ ഇളവള്ളി മഠം എന്ന് പറയുന്ന അവരുടെ റിപ്പോർട്ടർക്ക് ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ചായ കുടിക്കുന്നു. അതിനിടയിലാണ് ബാക്കി എല്ലാവരും പിറകെ തളർന്നു കുത്തി ഓടി വന്ന് പെട്ടെന്ന് രാഹുലിന് മൈക്ക് വയ്ക്കുന്നത്. അപ്പോഴാണ് രാഹുൽ നമ്മൾ ആദ്യം കണ്ട പ്രതികരണം നടത്തിയത്. പക്ഷേ ആ പ്രതികരണം നടത്തുക എന്നതായിരുന്നില്ല രാഹുലിൻ്റെ പരിഗണന എന്ന് പിന്നെയാണ് നമുക്ക് മനസ്സിലാക്കിയത്. കാരണം എന്താണെന്നറിയോ, രാഹുൽ അവിടെ നിന്ന് പോയത് അത് ഒരു വല്ലാത്ത പോക്കായിരുന്നു. വളരെ വേഗത്തിൽ അദ്ദേഹം കുതിച്ചു പാഞ്ഞു. അപ്പോൾ എല്ലാവരും വിചാരിച്ചത് വീണ്ടും ഏതോ ഒളിയിടത്തിലേക്ക് പോവുകയാണ്. ഇത് രാഹുൽ എന്തായാലും പാലക്കാട് നിൽക്കില്ല. കാരണം ഒരിടത്ത് ആ ജിമ്മൻ പ്രശാന്ത് ശിവനും മറുവശത്ത് ഡിവൈഎഫ്ഐക്കാരെ ജീവനുള്ള കോഴീനെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കോഴി കൊത്തുമെന്നോ അല്ലെങ്കിൽ ഈ ജിമ്മൻ എന്തെങ്കിലും വിവരക്കേട് കാണിക്കുമോ എന്നൊക്കെയുള്ള പേടി ചിലപ്പോൾ രാഹുലിനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നേരെ ഒളിസങ്കേതത്തിലേക്ക് വിട്ടതാണ് എന്നാണ് പലരും കരുതിയത്. പക്ഷെ സകലരെയും ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ ആ നിർണായകമായ നീക്കം അങ്ങ് നടത്തി. അതായത് MLA ഓഫീസ് അങ്ങ് തുറന്നു. അതായത് MLA ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ മുറി അങ്ങ് തുറന്നു. MLA എന്ന നിലയിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, തൊടറ പാക്കലാം എന്ന മട്ടിൽ തന്നെ രാഹുൽ പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. അതായത് രാഹുലിൻ്റെ പരിഗണന ഇപ്പോഴും ജനസേവനം തന്നെയാണ്. ഒരു MLA എന്ന നിലയിൽ എത്രയും വേഗം ജനങ്ങൾക്കരികിലേക്ക് തിരിച്ചെത്തുക എന്ന് തന്നെയാണ്. ഇപ്പോൾ നോക്കുക, രാഹുൽ MLA ഓഫീസിലെത്തുകയാണ്. കുറച്ച് KSU നേതാക്കളും അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ജീവനക്കാരും ഒക്കെ ഉണ്ട് അവിടെ. അങ്ങനെ കുറച്ച് പാർട്ടിയുമായി ബന്ധപ്പെട്ട, കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അവിടെ MLA ഓഫീസിലുണ്ട്. അപ്പോൾ തന്നെ മാധ്യമങ്ങളുടെ അടുത്ത കുത്തിത്തിരിപ്പ് ചോദ്യം വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതല്ലേ,
പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന്. നമ്മുടെ പാലക്കാടിന്റെ MLA ഇപ്പൊ വരണല്ലോ, നമ്മളെ വോട്ട് പാർട്ടിന്ന് സസ്പെൻഡ് ചെയ്ത് പറഞ്ഞാൽ നമ്മുടെ MLA അല്ലേ, പാലക്കാടിന്റെ MLA അല്ലേ, എന്നുണ്ടെന്ന് പ്രശ്നം. പക്ഷെ അത് പാർട്ടി കൃത്യമായി അദ്ദേഹത്തെ ഇത്രയും ആരോപണം വന്ന് പുറത്താക്കി. പക്ഷെ അത് അപ്പൊ അവിടെ KSUവിന്റെ ചില നേതാക്കളൊക്കെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾ വീണ്ടും അവരുടെ കുത്തിത്തിരിപ്പ് സ്റ്റൈലിലേക്ക് വരികയാണ്. അവർ നേരെ പോയിട്ട് ഇതിലിനി എന്തെങ്കിലും കോൺഗ്രസിനുള്ളിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ, കോൺഗ്രസിൽ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമോ, VD സതീശനെ വീണ്ടും രാഹുലിനെതിരെ കളത്തിലിറക്കാൻ പറ്റുമോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്താ ചെയ്തേ, അവർ ഈ KSUക്കാരോട് അല്ലെങ്കിൽ അവിടെ വരുന്ന കോൺഗ്രസ് അനുഭാവികളോട്, കോൺഗ്രസ് അംഗങ്ങളോടൊക്കെ മൈക്ക് വെച്ച് ചോദിക്കുകയാണ്, രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കിയല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് അയാളെ പിന്തുണയ്ക്കുന്നതെന്ന്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിൻ്റെ MLA ആണ് എന്നുള്ള കാര്യം ഈ ചാനലുകൾക്ക് അറിയാഞ്ഞിട്ടല്ല. ഒരു MLA ഓഫീസിൽ പല പാർട്ടിക്കാരും വരും, പാർട്ടി ഇല്ലാത്തവർ വരും, പല മതക്കാർ വരും, വിശ്വാസം ഇല്ലാത്തവർ വരും, ആർക്കും വരാവുന്ന സ്ഥലമാണ് MLA ഓഫീസ്. അവിടെ ആളുകൾ MLAയെ കാണാൻ വരുന്നത് രാഷ്ട്രീയം നോക്കിയല്ല, തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും മണ്ഡലത്തിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനും മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനൊക്കെയാണ്. അപ്പോൾ KSUക്കാർ MLAയെ കണ്ടു എന്ന് പറയുമ്പോഴേക്കും ഈ KSUക്കാർ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി, കോൺഗ്രസിൽ കലാപക്കൊടി, കോൺഗ്രസിൽ വലിയ ഭിന്നത എന്ന മട്ടിലൊക്കെ വാർത്തയുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നതെന്ന കാര്യം കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് VD സതീശനെ പോലുള്ളവർ മനസ്സിലാക്കിയാൽ ആ പാർട്ടി രക്ഷപ്പെടും. അല്ലാതെ 24 മണിക്കൂറും ഞാൻ എൻ്റെ പ്രതിച്ഛായ, എൻ്റെ കഷണ്ടിത്തല, എൻ്റെ മുഖം എന്ന രീതിയിൽ തന്നെത്താൻ വെളുപ്പിക്കാൻ നടക്കുകയാണെങ്കിൽ പാർട്ടി ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പാർട്ടിയിൽ വലിയ ഭിന്നിപ്പുണ്ടാകും. ഇപ്പോൾ പല നേതാക്കളും സ്വയം സംരക്ഷിക്കാൻ പോയിട്ട് ഒടുവിൽ കോൺഗ്രസിനെ തകർക്കുന്ന, പാർട്ടിയുടെ ഐക്യം തകർക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകളാണ് നടത്തുന്നത്. സണ്ണി ജോസഫ് പറയുന്നു ആ പരാതി കെട്ടിച്ചമച്ചതാണ് എന്ന രീതിയിൽ സണ്ണി ജോസഫ് പറയുമ്പോൾ VD സതീശൻ ഇപ്പുറത്ത് നിന്ന് സണ്ണി ജോസഫിനെ അടിക്കുകയാണ്. ഈ VD സതീശനാണ് വലിയ കുഴപ്പങ്ങൾ ഈ പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങേർക്ക് അടുത്ത മുഖ്യമന്ത്രിയാവണം എന്ന ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് ബാക്കി എല്ലാവരും തെറ്റുകാർ, ഞാൻ മാത്രം ശരി എന്ന മട്ടിൽ ഓരോ അജണ്ട ഉണ്ടായിക്കൊണ്ടിരിക്കുക. പാർട്ടി അധ്യക്ഷൻ ഒന്ന് പറയുന്നു, ഇങ്ങേര് വേറെന്തൊക്കെയോ വിളിച്ച് പറയുന്നു. ഇത് തന്നെയാണ് ചെന്നിത്തലയുടെയും കുഴപ്പം. ഞാൻ വലിയ മാന്യൻ, ബാക്കിയൊക്കെ കള്ളന്മാരെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി കുപ്പായം എടുത്തിട്ട് നടക്കുകയാണ്. പാർട്ടി ഉണ്ടെങ്കിലല്ലേ, പാർട്ടിക്ക് ഭരണമുണ്ടെങ്കിലല്ലേ MLAമാരുണ്ടെങ്കിലല്ലേ കോൺഗ്രസ്സുകാരെ ജനങ്ങൾ ജയിപ്പിച്ചാലല്ലേ ഇതൊക്കെ നടക്കൂ. ജനങ്ങളെ വെറുപ്പിക്കുന്ന വിധത്തിൽ ഇമാതിരി വിഭാഗീയതയും ഭിന്നിപ്പും ഒപ്പമുള്ളവരെ പിന്നീന്ന് കുത്തുന്ന പണിയുമായിട്ട് നിങ്ങൾ നടന്നാൽ ഭരണത്തിന് 7 ഇരത്തെത്താൻ പറ്റില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം നോക്കുക. അയാളെ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ കൂട്ടുനിന്നു, അയാളെ നിങ്ങൾ പുറത്താക്കി കോൺഗ്രസിൻ്റെ മാനം രക്ഷിച്ചു, ശരി. പക്ഷെ ഇപ്പം എന്താ സംഭവിക്കുന്നത്? കാര്യങ്ങൾ തിരിഞ്ഞു വരികയല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വിധികളൊന്നും വന്നില്ലെങ്കിലും മുൻകൂർ ജാമ്യം നൽകുമ്പോൾ കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ രാഹുലിന് അനുകൂലമാണ്. ഇപ്പോൾ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാത്തത് രാഹുലിന് അനുകൂലമാണ്. രാഹുൽ പാലക്കാട് വോട്ട് ചെയ്യാൻ വന്നിട്ട് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അനുകൂലമാണ്. വോട്ടർമാർ സംഘടിച്ച് രാഷ്ട്രീയത്തിന് അതീതമായി രാഹുലിനെ തല്ലാനോ ഇറക്കിവിടാനോ അല്ലെങ്കിൽ രാഹുലിനെ ഏതെങ്കിലും തരത്തിൽ അധിക്ഷേപിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല എന്നുള്ളത് രാഹുലിന് അനുകൂലമായിട്ടുള്ള കാര്യമാണ്. തിരിച്ചു വന്നു, ധൈര്യത്തോടു കൂടി ജനങ്ങൾക്ക് മുന്നിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ ഫേസ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ രാഹുലിന് ഏറ്റവും അനുകൂല കാര്യമാണ്. അതിലൊക്കെ ഉപരി തിരിച്ചു വന്ന രാഹുൽ പ്രാധാന്യത്തോടു കൂടി ഏറ്റവും ആദ്യം ചെയ്തത് MLA ഓഫീസിൽ പോയിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഒരു ജനസേവകനായി ജനങ്ങൾക്കൊപ്പം എന്നും ഞാൻ ഉണ്ടാകുമെന്ന ഉറപ്പാണ് മാങ്കൂട്ടത്തിൽ ഈ നടപടിയിലൂടെ നൽകുന്നത്. അതിനപ്പുറം കോടതിയിൽ വിശ്വസിക്കുന്നു, കോടതി വിധി വരട്ടെ, അല്ലെങ്കിൽ കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, സത്യം ജയിക്കും എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ഉള്ളിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്, കോടതിയിൽ തനിക്ക് നീതി കിട്ടുമെന്ന വിശ്വാസം ആ ചെറുപ്പക്കാരനുണ്ട് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ എതിരാളികളുടെ താൽക്കാലികമായിട്ടുള്ള ആക്രോശങ്ങളും അവഹേളനങ്ങളും ഒക്കെ ഒറ്റയടിക്ക് പുകയായിപ്പോയി, സ്വാഹയായിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച മാധ്യമങ്ങളും ഇപ്പോൾ രാഹുലിൻ്റെ ഒരു ബൈറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രതികരണത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കാലിൽ വീഴുന്ന കാഴ്ചയാണ്. ഇത്രയും കാൽ സ്ത്രീ പീഡകൻ, പ്രെഡേറ്റർ, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത എന്ന മട്ടിലൊക്കെ അതിക്രൂരൻ എന്ന പരിവേഷം കൊടുത്ത രാഹുലിനെ അതേ മാധ്യമങ്ങൾ ഇപ്പോൾ ലൈവിലിട്ട് ആഘോഷിച്ച് വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ആ ഒരു വിരോധാഭാസം അത് നമുക്കിതൊക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. എന്തായാലും രാഹുലിന് ഇനി കുതിപ്പിൻ്റെ നാളുകളാണ് എന്നാണ് രാഹുലിൻ്റെ ആത്മവിശ്വാസം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. പുതിയ കേസുകളൊന്നും വരുന്നില്ല എങ്കിൽ രാഹുലിന് കുറേയൊക്കെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്തായാലും എതിരാളികളെ മുഴുവൻ ഞെട്ടിക്കുന്ന വിധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. ആദ്യം തന്നെ പ്രയോറിറ്റി അനുസരിച്ച് തൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള MLA എന്ന നിലയിലുള്ള ഇടപെടലുകൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചിരിക്കുന്നു. പാലക്കാട് തന്നെ ഇനിയും ഉണ്ടാകുമെന്ന്
അസന്നിഗ്ധമായ പ്രഖ്യാപനവും അദ്ദേഹം നടത്തുന്നതോടെ രാഷ്ട്രീയ എതിരാളികൾക്ക് അതൊരു വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല.